പറശ്ശിനി മടപ്പുരയിലെത്തുന്ന ആരും വെറും വയറോട് തിരിച്ചു പോകരുതെന്ന മുത്തപ്പന്റെ നിശ്ചയമാണ് 1 നൂറ്റാണ്ടിലേറെയായി ഈ വൻപയർ പ്രസാദം നൽകുന്നതിന് പറശ്ശിനി മടപ്പുരയെ പ്രേരിപ്പിക്കുന്നത്. മുത്തപ്പന്റെ ഭാഷയിൽ തന്റെ അംശമാണ് ഈ വൻപയർ പ്രസാദം. പ്രാർത്ഥിക്കാൻ വന്നവർക്ക് മാത്രമല്ല, പറശ്ശിനി മടപ്പുരയുടെ പടികടന്നെത്തുന്ന ആർക്കും മുത്തപ്പന്റെ ഈ പുണ്യപ്രസാദം സൗജന്യമായി ലഭിക്കും. എല്ലാ ദിവസവും രാവിലെ 7:30 മുതൽ 1 നിമിഷം പോലും ഇടവേളകളില്ലാതെയാണ് രാത്രി 8 വരെ പ്രസാദ വിതരണം നടത്തുന്നത്. പ്രസാദം കഴിക്കുന്നവർക്കിടയിൽ സാധാരണക്കാരനായ ഒരാളായി മുത്തപ്പനുണ്ടാകുമെന്ന വിശ്വാസമുള്ളതുകൊണ്ട് മടപ്പുര അധികാരികൾ ഈ പ്രസാദ വിതരണത്തെ ഏറ്റവും പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ആളുകൾ അധികമില്ലാതിരുന്ന കാലത്ത് ചെറുപയറും പനങ്കള്ളുമായിരുന്നു പറശ്ശിനി മടപ്പുരയിൽ നിന്ന് നൽകിയിരുന്നത്. പിന്നെ അത് കടല പുഴുങ്ങിയതായി. ആളുകളുടെ എണ്ണം കൂടിയതോടെ വൻപയറും തേങ്ങാപ്പൂളുമായി മാറി. ഉച്ചയ്ക്കും രാത്രിയിലുമുള്ള അന്നദാനത്തിനു പുറമെയാണ് ഇടമുറിയാതെ വൻപയറും തേങ്ങാപ്പൂളും ചായയും നൽകുന്നത്. വരുമാനത്തിന്റെ കനം നോക്കാതെ എത്ര ത്യാഗം ചെയ്തും വൻപയർ പ്രസാദം നൽകുന്നതിന് സദാസജ്ജമാണ് മടപ്പുര. എല്ലാ ദിവസവും പുലർച്ചെ തന്നെ പ്രസാദം ഒരുക്കാനുള്ള പ്രവൃത്തികൾ മടപ്പുരയിൽ തുടങ്ങും. പയർ കഴുകി വൃത്തിയാക്കിയ ശേഷം ചെമ്പിലും വട്ടളത്തിലുമായി പയർ പുഴുങ്ങാൻ തുടങ്ങും. 2 ഇടവേളകളിലായി 25ഓളം പേരുടെ നിതാന്ത ജാഗ്രതയും പരിശ്രമവുമാണ് ഈ പ്രസാദ വിതരണത്തിനുള്ളത്. വാഴയില വൃത്തിയാക്കുന്നതിനും അവ കഷ്ണങ്ങളാക്കുന്നതിനും തേങ്ങ പൂളുകളാക്കുന്നതിനും ചായയുണ്ടാക്കുന്നതിനും വിതരണത്തിനുമൊക്കെയാണ് ഇവരുടെ സേവനം. ജാതിഭേദമന്യേ എല്ലാവർക്കും ആര് വന്നാലും ഏത് സമയത്ത് ഈ 8 മണി വരെ വന്നാലും എല്ലാവർക്കും ഇനി ഉണ്ടെങ്കിൽ 8 മണിക്ക് ശേഷം നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. അപ്പം ബാക്കിയുള്ള നമ്മളൊന്നും ഇവിടെ നാളത്തേക്ക് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു പരിപാടിയില്ല. അത് അന്ന് തന്നെ എല്ലാം തീർക്കും. ഇത് ഭക്ഷണശാല ആയാലും ശരി, എവിടെ ആയാലും മതി, എവിടെ ആയാലും അന്ന് ഉണ്ടാക്കുന്ന സാധനം അന്നല്ലാണ്ട് അത് നാളത്തേക്ക് നമ്മൾ ഉപയോഗിക്കൂല. ഇവിടെ ഇപ്പം നമ്മൾ രാവിലെ 7:30 മണിക്ക് കൊടുക്കാൻ തുടങ്ങിയാല് രാത്രി 8 മണി വരെ പ്രസാദം കൊടുക്കും. നമ്മൾ രാവിലെ 6 മണി മുതൽ നമ്മളെല്ലാവരും ജോലിക്കെത്തും. 6 മണിക്ക് തുടങ്ങിയാല് നമുക്ക് 7:30 മണിയാകുമ്പോഴേക്ക് പ്രസാദം കൊടുക്കാൻ വേണ്ടി കഴിയില്ല. നല്ല തിരക്കുള്ള ദിവസമെല്ലാം നമുക്ക് ഇവിടെ നമ്മൾ സേറിന്റെ കണക്കാണ്. ആ സേറ് എന്ന് പറഞ്ഞാല് 500, 510, കുറച്ചൊരു സീസൺ ആകുമ്പോൾ അത് 600, 700 എല്ലാം ആവും. സാധാരണ ദിവസം എന്തായാലും ഒരു 300 സേറ് അതിനടുപ്പിച്ച് എന്തായാലും വേണ്ടി വരും. ഡെയിലി 300 സേറ് വേണ്ടി വരും. ഞായറാഴ്ച അതുപോലെ, ശരി ഞായറും പിന്നെ ലീവിലുള്ള ദിവസങ്ങള് അന്നെല്ലാം കൂടുതൽ വേണ്ടി വരും. നേരെല്ലാം ഒരു 500, 540, 450 അങ്ങനെ ലൈറ്റാണ് പോകുന്നത്. അതേപോലെ തന്നെ തേങ്ങ അങ്ങനെ. തേങ്ങ എന്ന് പറഞ്ഞാല് തേങ്ങയില് 1000 തേങ്ങയെല്ലാം ഞായറാഴ്ച 1000, 1200 തേങ്ങയെല്ലാം വേണ്ടി വരും. സാധാരണ ദിവസം ഒരു 500, 600 തേങ്ങ വേണം. ദിവസം 600 തേങ്ങയിൽ ജാസ്തിയേ വരുള്ളൂ. പിന്നെ തേങ്ങ നമുക്ക് കൃത്യമായിട്ടുള്ള കണക്ക്, ഇപ്പൊ വലുതുണ്ടായി ചെറുതുണ്ടാവും, കൃത്യമായിട്ടുള്ള കണക്ക് നമുക്ക് തേങ്ങേന്റെ പറയാൻ കഴിയും. വലിയ തേങ്ങയാണെങ്കിൽ അതിൽ കുറച്ചൊരു ഇത് വരും. എല്ലാവരും ഞായറാഴ്ച 1000, 1200 തേങ്ങയിൽ ജാസ്തിയാവും. നമുക്ക് ഒരു മുറി 13, 23 പൂള് കിട്ടും. അതുവരെ തേങ്ങന്റെ മുറി പോലെയാണ് തേങ്ങന്റെ കണക്ക്. അപ്പൊ നമുക്കൊരു പിന്നെ സാധാരണ സ്റ്റേജില് നമുക്ക് വരുന്ന വെച്ചാല് ചുരുങ്ങിയ 500, 600 നോർമല്ലേ. വെക്കേഷൻ ടൈം ആകുമ്പോൾ 1000, 1500, 2000 പോകും. ഡ്യൂട്ടി ഷിഫ്റ്റ് ആണ്. രാവിലെ കയറുന്ന വരാൻ 7:30 കയറിയിട്ട് 2 മണി വരെ എടുക്കണം. പിന്നെ ആള് പറഞ്ഞാൽ തിരക്കുള്ള ദിവസമുള്ള ആളുകൾ അധികം ഉണ്ടാവും. എല്ലാ ദിവസം ആകുമ്പോ കുറച്ച് അങ്ങനെ എണ്ണൊന്നും പറയാൻ കഴിയില്ല, എന്നാലും ഒരു മിനിമം ആളുണ്ടാവും. സാധാരണ ദിവസങ്ങളിൽ താഴത്തെ ഹാളിലാണ് പ്രസാദം നൽകുന്നതെങ്കിലും തിരക്കുള്ള ദിവസങ്ങളിൽ പുരുഷന്മാർക്ക് മുകൾ നിലയിൽ ഹാളിൽ സൗകര്യമൊരുക്കും. ഉത്സവകാലത്ത് 1,00,000 പേർ പ്രസാദത്തിനെത്താറുണ്ട്. അപ്പോൾ പയറിന് പകരം അവിലും നൽകും. സ്കൂൾ വിദ്യാർത്ഥികൾക്കും പ്രസാദമായി വീട്ടിൽ കൊണ്ടുപോകുന്നവർക്കുമെല്ലാം ഇവിടെ പരിഗണനയുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സാധാരണയായി വൻപയർ എത്തിക്കാറുള്ളത്. ക്ഷാമമുള്ള സമയത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പയർ എത്തിച്ചാണ് പ്രസാദ വിതരണം മുടങ്ങാതെ നടത്തിയത്. ഇതിനകം ലക്ഷക്കണക്കിന് പേരാണ് ഈ പുണ്യപ്രസാദം അനുഭവിച്ചിട്ടുള്ളത്. ഭക്തരുടെ കൺകണ്ട ദൈവമായ മുത്തപ്പന്റെ മാനുഷിക ദർശനത്തിന്റെ ഉദാത്ത മാതൃകയാണ് പറശ്ശിനി മടപ്പുരയിലെ ഈ പ്രസാദ വിതരണം.